കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. നിമിഷം ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോട് ആരാധനയുടെ നിമിഷം, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ, കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ, നിയോഗങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിൻ്റെ അതിനാഥനായ ദൈവമേ, നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ആലപിക്കാം. സ്നേഹത്തോടെ ഹൃദയലോർത്തുകൊണ്ട് ഹൃദയം തുറന്ന് ആലപിക്കാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി കേട്ടൊക്കെ എഴുതി. അപ്പോൾ കേട്ടൊക്കെ എഴുതിയതിന് ശേഷം എൻ്റെ അടുത്ത് വന്നു. അതാ സാക്ഷി എന്ന് കിടപ്പുണ്ടത് യൂട്യൂബിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കേട്ടൊക്കെ എഴുതിയിട്ട് ചേച്ചി മോള് കണക്കെല്ലാം കൂട്ടി നോക്കിയപ്പോൾ ഒരു 94 മാർക്ക് കിട്ടും. 94 മാർക്ക് കിട്ടും അവൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു 94 മാർക്ക് കിട്ടുമോ അച്ഛാ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളുടെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, എടി കർത്താവ് 93 കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. ഇത് വ്യത്യാസം പറഞ്ഞ ഇതാണ്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് കർത്താവ് കാണിച്ച 93. ആ മാർക്ക് ആര് തന്നതാണ്? കർത്താവ് തന്നതാണത്. അത് എന്തിനാണ് അങ്ങനെ ദർശനം തരണത്? ആ മാർക്ക് അവളുടെ യോഗ്യതയല്ല, നോട്ട് ബൈ മെറിറ്റ് എന്ന് അതിൻ്റെ അർത്ഥം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് ബൈ ഉടമ്പടി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ തിയറി അതാണ്. എന്താണ്? നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണം. ഇപ്പോൾ അവളോട് 94 93 ഈശോ വരാൻ പോകണം. ആ കേട്ടക്കിൻ്റെ എക്സാം നോക്കിയിട്ടില്ല, വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചാണ് പറയണത്. 94 നിനക്ക് കിട്ടാൻ പോണത് 93 പറയും. അതെന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കർത്താവാണ് ആ മാർക്ക് അവൾക്ക് കൊടുത്തതെന്ന് പറയണം. അപ്പം നിങ്ങൾ ഓർക്കും, അയ്യോ കർത്താവ് കേട്ടൊക്കെ ഇങ്ങനെ പരീക്ഷ നോക്കുക. എൻ്റെ മോളെ, കർത്താവ് നോക്കാത്ത ഒന്നുമില്ല. എല്ലാം നോക്കും, എല്ലാം കാണും. നിൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിൻ്റെ എല്ലാ വിഷയങ്ങളെയും എപ്പോഴും ശ്രദ്ധിക്കുന്നതാണെന്ന് ആദ്യം അറിയേണ്ടത് നീ തന്നെയാണ്. ചില ആൾക്കാർ അറിയത്തില്ല. ചില ആൾക്കാർ ജയിച്ച് കഴിയുമ്പോൾ പറയാം, ഓ പിന്നെ ഞാനേ. ഇപ്പം അമ്മമാരൊക്കെ പറയണില്ലേ, എനിക്ക് ചില സമയത്ത് സങ്കടം വരും. എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകള് അവർ ഇതുപോലെ 95 96 മാർക്ക് മേടിച്ച് കഴിയണവരെ അമ്മ ഉടമ്പടിയും ചെയ്യും, ഉടമ്പടി പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ നീലത്തിരി, രാത്രി പച്ചത്തിരിയൊക്കെ കത്തിച്ചൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ പക്ഷേ പിന്നെ ഈ ഉടമ്പടി ചെയ്ത അമ്മ എന്താ പറയണത്? ബന്ധുക്കളോടൊക്കെ നാട്ടുകാരോടും പള്ളിയിൽ പോകുമ്പോഴൊക്കെ പറഞ്ഞത് എന്താണ്? പിന്നെ പറയണത് അവരാ കൊച്ചിന് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കം ഇരുന്ന് കഷ്ടപ്പെട്ടതും വിഷമിച്ചതും പഠിപ്പിച്ചതും ഒക്കെയുള്ള കാര്യമാണ്. പിന്നെ വെറുതെയാണ് ഇത്തരം മാർഗ്ഗം. ഞാൻ ഉറങ്ങി, അവിടെ പരീക്ഷ തുടങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറയും. വിഷയം പറഞ്ഞ കണ്ട, ദൈവം തന്നത് ഇപ്പം അമ്മ തന്നതാക്കിയേ. ഇവിടെയാണ് അപകടം വരണത്. ദൈവം കൊടുത്ത മാർക്കാണത്. ഇപ്പം ന്യൂട്രലായിട്ട് ഈ അമ്മ തന്നെ ഈ പന്നി പ്രസവിക്കുമ്പോൾ നമ്മൾ ഈ പന്നി വളർത്തുന്ന ആൾക്കാർക്കറിയാം. ഞങ്ങളുടെ സെമേരി പന്നി ഉണ്ടായിരുന്നു ഒത്തിരി. അത് വളർത്തുമ്പോൾ തന്നെ പന്നി നോക്കുന്ന ആളെന്ത് ചെയ്യുന്നറിയാവുക? പന്നി പ്രസവിക്കാൻ പോകുമ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് മാറത്തില്ല. പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞിനെ എല്ലാത്തിനടുത്ത് മാറ്റിക്കളയും. എന്താ കാര്യം? ഈ ഗർഭചൂലി എന്ന് പറഞ്ഞ സംഭവമില്ലേ? ഇപ്പം സ്ത്രീകൾക്കൊക്കെ നമ്മൾ അമ്മമാരൊക്കെ പ്രസവിക്കുമ്പോൾ നമ്മൾ കുറേ മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അതുപോലെ പന്നി അതിൻ്റെ കുഞ്ഞിനെ തന്നെയാണ് കഴിക്കണത്. പന്നി അതിൻ്റെ കുഞ്ഞിനെ തന്നെയാണ് കഴിക്കണത്. ഒരു 5 20 പ്രസവിക്കും, ഒരു 7 അതിനപ്പം തന്നെ പന്നി കഴിക്കും. അങ്ങനെയാണ് അത് നേരെയൊക്കെ ഇരിക്കണത്. ഗർഭചൂലിന് വേണ്ടി കഴിക്കണത് സ്വന്തം കുഞ്ഞിനെ തന്നെ കഴിക്കും. ചില അമ്മമാർ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമായിട്ട് കഴിക്കും. അത് പ്രധാന അപകടമെന്ന് പറയണത് പന്നിയുടെ സ്വഭാവമാണ്. ദൈവത്തിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് എല്ലാം കാര്യം നേടിയച്ചും പെട്ടെന്ന് പറയും, ഞാൻ അവളുടെ കൂടെ ഉറക്കം കിടന്ന് ഇത്ര ദിവസം എൻ്റെ കണ്ണും എന്തെങ്കിലും ഈ ആൾക്കാർ പറഞ്ഞില്ലേ ഇരിക്കലും വെച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ തന്നെ പറയും, ഓ ഞാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു, ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ ജയിച്ചേനം. അപ്പോഴേ അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കിട്ടേണ്ട അനുഗ്രഹവും മഹത്വവും നമ്മൾ സ്വയമായിട്ട് അടിച്ചു മാറ്റും. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ചില ആൾക്കാരുടെ നിലപാടുകൾ മാറാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? ചില ചോദിക്കത്തില്ലേ, എൻ്റെ അച്ചായതിൽ നിന്ന് എന്താ വസ്തു വിറ്റ് മാറാത്തത്?
എന്താ വെച്ചാൽ വസ്തു വിറ്റ് മാറാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു കാശിന് വ്യഞ്ചരിച്ച് കൊടുക്കും. അപ്പോൾ വസ്തു അത് വിറ്റ് മാറും. വിറ്റ് മാറിയിട്ട് പിന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെത്താൻ അയ്യോ അതിപ്പോൾ ആൻ്റപ്പൻ്റെ വസ്തു അപ്പുറത്ത് വിറ്റല്ല, അശോകൻ്റെ വസ്തു ഇപ്പുറത്ത് വിറ്റല്ല, അതുപോലെ ഇതും വിറ്റ് പോയതാണ്. തീർന്നില്ലേ? കർത്താവ് ഞൊട്ടി. ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ നിങ്ങളാ പരിപാടി കാണിക്കുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. കാര്യം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സൃഷ്ടവസ്തുക്കൾക്ക് കൊടുക്കും. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഒരു അപകടമാണിത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇപ്പം തന്നെ തീരുമാനിക്കണം, കർത്താവേ ഈ സംഭവം നടന്ന എൻ്റെ മരണം വരെ ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അങ്ങേക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കത്തില്ല. കാര്യം അത് ഭയങ്കര അപകടം, 1-ാം പ്രമാണത്തിൽ ലംഘനമാണ്. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു മഹത്വം, ഇപ്പോൾ വസ്തു വിറ്റ്, അല്ലെ കല്യാണം നടന്ന്, അല്ലെ ജോലി കിട്ടി, അല്ലെ പ്രൊമോഷൻ നടന്ന്, അല്ലെ ക്യാൻസർ സുഖപ്പെട്ടു, ഈ സംഭവം നമ്മളിത് കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് നമ്മുടെ സ്വന്തം കഴിവായിട്ട് മാറ്റിയോ ഇങ്ങനെ വകമാറ്റി ചിലവഴിക്കരുത്. കണക്കിൽ മാത്രമല്ല, ഇതുപോലെ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മളെ വകമാറ്റി ചിലവഴിക്കും. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കത്തില്ല. ഇത് ആദ്യം മുതലേ ഉള്ള വിഷയമാണ്. ആദ്യം മുതലേ ഇതിനെതിരെയാണ് ഈ 1-ാം പ്രമാണം വരണത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ ഇല്ലാതെ മറ്റൊരു ദൈവം ചിലപ്പോൾ ഞാൻ സ്വയമായിട്ട് തന്നെ മാറിപ്പോകും. ഇപ്പോൾ ഞാൻ പരീക്ഷ ജയിച്ചു, എനിക്ക് നല്ല മാർക്ക് കിട്ടി, അഡ്മിഷൻ കിട്ടി. അതെന്താ ചെയ്യണമെന്നറിയാം. എന്താ കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾക്ക് ഒരു അഡ്മിഷൻ കിട്ടി, അതിലൊരു നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ മൈക്രോബയോളജി എന്തെങ്കിലും വിഷയത്തിന് അഡ്മിഷൻ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ISROയിൽ നമുക്ക് ജോലി കിട്ടി. അപ്പോൾ നമ്മളവിടെ ചിലപ്പോഴുണ്ട് നമ്മളെക്കാൾ മാർക്ക് കുറഞ്ഞാൽ അവിടെ ISROയിൽ ഇരിക്കണത്. അന്ന് മുതൽ നമ്മുടെ വിശ്വാസം മാറും. എന്താ കാര്യം, എന്നേക്കാൾ 1-2 മാർക്ക് മാത്സിന് ഇല്ലായിരുന്ന ആളാണ് ഇപ്പോൾ ISROയിൽ കയറിയിരിക്കുന്നത്. അപ്പം അവൾ കയറിയെങ്കിൽ അല്ലെങ്കിൽ അവൻ കയറിയെങ്കിൽ അതുപോലെ ഞാൻ കയറി. ഇതിൻ്റെ അകത്ത് ദൈവത്തിന് എന്താ പ്രശ്നം? ഇതാ വിഷയം. അത് നമ്മളെപ്പോഴും അപകടകരമായിട്ട് വരാൻ സാധ്യതയുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ഡമ്മികൾ വരും, അനുഗ്രഹത്തിൻ്റെ ഡമ്മികൾ. നമ്മളൊരു സംഭവം നടക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ സ്ഥലം വിറ്റുമാറി, അപ്പോൾ എൻ്റെ സ്ഥലം വിറ്റുമാറിയപ്പോൾ ഞാനിവിടുത്തെ ഇടവക പള്ളിയിൽ അതൊക്കെ ചോരി കാണല്ല, വികാരച്ചനെ പോയി കണ്ടിട്ട് എന്തെങ്കിലും അതിന് സമാധാനം ഉണ്ടാക്കും. നമ്മൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ചോറുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ മേലായിട്ട് വായിട്ട് നോക്കിയപ്പോൾ മുകളിൽ വെള്ളം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ദൈവമേ എൻ്റെ ആ പറമ്പ് വിറ്റ് മാറിയ വികാരച്ചനെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൈക്കാരനോട് പറഞ്ഞിട്ട് ആ സ്തംഭം കർത്താവിൻ്റെ ആലയം ഒന്ന് ചർച്ച നടത്താമെന്ന് ഞാൻ വിചാരിച്ച് ഞാനപ്പോൾ എൻ്റെ സ്ഥലം വിറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥലം മാത്രമല്ല വിറ്റ് മാറിക്കണം, ഗ്രിഗറിയുടെ സ്ഥലവും വിറ്റ് മാറിയിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ സ്ഥലം വിറ്റ് മാറിയ മാത്രം ദൈവത്തിൻ്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കെയർ ഓഫിലാക്കണത് എന്ന് ഞാൻ പിശാച് ഇങ്ങനെ ശത്രു ചെയ്ത പണികളുണ്ടാവും എപ്പോഴും. പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അനുഗ്രഹത്തിൻ്റെ കളകൾ. ബൈബിളിലൊരു ചോദ്യമില്ലേ, പ്രഭു അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കളകൾ അറിയത്തില്ല. അത് ഞാറ് വളരുമ്പോൾ അതിൻ്റെ കൂടെ കളകളും വളരും. അനുഗ്രഹം ദൈവത്തിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളെ, അനുഗ്രഹം കിട്ടിയ സെക്കൻഡുകൾ കൊണ്ട് സാക്ഷ്യമാക്കി മാറ്റണമെന്നത്. സാക്ഷ്യം പറയാതെ വെച്ചുകൊണ്ടിരുന്ന ക്രമേണ സാക്ഷ്യത്തിൻ്റെ അതിന് പകരം പിശാചിൻ്റെ സാക്ഷ്യം വളർന്നുകൊണ്ട് വരും. എന്താ കാര്യം? ഉടമ്പടി എടുത്തില്ലേ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ സ്ഥലം വിറ്റു. ഉടമ്പടി എടുക്കാതെ തന്നെ അപ്പുറത്ത് എൻ്റെ വീടിൻ്റെ ആ സ്ഥലത്ത് അരികെ കിടന്ന ഗിരിയുടെ സ്ഥലം ഉടമ്പടി എടുക്കാത്തവൻ്റെ സ്ഥലം വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് കളകളായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ കളകളാൽ ഒരു അനുഗ്രഹം, അതിൻ്റെ ഡെമ്മി അനുഗ്രഹം കണ്ടാൽ നിൻ്റെ വിശ്വാസം പോകുന്നതാണെന്ന് കർത്താവിന് നേരത്തെ അറിയാമെങ്കിൽ നിൻ്റെ ഉടമ്പടി വിഷയം ലാഗ് ചെയ്യും.
അതുകൊണ്ട് ആദ്യമേ നീ പറയണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങള് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു അതിന്റെ വിഷയമല്ല, അവരെങ്ങനെ കാര്യങ്ങൾ നേടുന്നു അതിന്റെ വിഷയമല്ല. ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങള് ദൈവം എനിക്ക് ചെയ്തു തന്നാൽ മരണം വരെ അത് ദൈവം തന്നെയാണ് ചെയ്തു തന്നതെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ഏറ്റു പറയും. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ, സന്തോഷമായി നിങ്ങളുടെ തലവേദനയുള്ള ഒരു നെറ്റിയിൽ വെക്കുക. ഇപ്പം നമുക്കൊരു സാക്ഷ്യം കിട്ടിയായിരുന്നല്ലേ, ദർശനം കിട്ടിയായിരുന്നു. ബ്രസ്റ്റിൽ മുഴയുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നത്, ബ്രസ്റ്റ് ക്യാൻസറുകാരെ, അവർ തീർച്ചയായും ആൾക്കാരെ അവൻ സാക്ഷ്യം പറയും. ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് ഡോക്ടർ അത് വ്യക്തമാക്കി കഴിയുമ്പോൾ അവരത് ഈശോയുടെ ആൾക്കാരെയും സാക്ഷ്യം പറയും. അമ്മ വളരെ ശക്തമായ രീതിയിൽ മധ്യസ്ഥം നൽകുന്ന സമയമാണിത്. കുറേ ഇറച്ചി ഭാഗങ്ങൾ കാണുന്നുണ്ട്, തൊലി പൊളിഞ്ഞിങ്ങനെ ചുവപ്പ് നിറത്തിയിരിക്കണത്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ദ്രവിച്ച് അലർജി പോലെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചുവന്ന ഭാഗങ്ങൾ കാണുന്നവർ, പല ബിഷപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള ഇങ്ങനെ തൊലി പൊളിഞ്ഞൊക്കെ പോണ ആ രോഗികൾ, ചുവപ്പ് നിറത്തിലിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെയെല്ലാം കർത്താവിൻ്റെ രക്തം വീഴുന്ന സമയമാണിത്. ശരീരം ചുവപ്പ് നിറത്തിരിക്കുന്ന ഭാഗങ്ങൾ, ചൊറിച്ചിലുള്ളവർ, ചൊറിയുള്ളവർ, വ്രണമുള്ളവർ, മുറിവുള്ളവർ, അപകടത്തിൽ പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ അപകടത്തിൽ കിടക്കുന്നവരുടെ അവർ ആശുപത്രിയിലാണെങ്കിൽ ആ ധ്യാനം ആരാണ് കൂടിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും അവർക്ക് അപകടം വന്ന സ്ഥലത്ത് നിങ്ങളുടെ കയ്യിലെ ആ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി. ഇപ്പോഴും കർത്താവ് അവിടെയെല്ലാം സ്പർശിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ ദർശനത്തിൽ കാണിച്ച ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങൾ, ചോരപ്പാടയുടെ കാണിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശുദ്ധ രക്തം തളിക്കണമേ, വിശുദ്ധ രക്തം തളിക്കണമേ, വിശുദ്ധ രക്തം തളിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഒരുപാട് ദർശനത്തെ ഓർത്ത് സദയം നൽകണമേ. സുഖമായി മക്കളെ, ഒരു മകൻ പോലും മകള് പോലും വേദനിച്ച് ഈ പ്രാർത്ഥനയുടെ പുറത്ത് പോകത്തില്ല എന്ന് ഈശോ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. ജോലിയില്ലാത്തവരെ പെട്ടെന്ന് ഓർത്ത് പോകാൻ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, അതായത് ആരുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കർത്താവേ, എല്ലാം രോഗമാണല്ല പറയണത്, എനിക്ക് ജോലിയില്ല, വീടില്ല, ഇത് വിഷമിക്കണ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുക. അത് നിങ്ങളിപ്പോഴേ ഈശോയോട് പറഞ്ഞത് എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോഴേ ജോലിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, വേദനപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ജോലിയിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാൻ പറ്റാതെ ആയിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജോലിയില്ലാത്തവരെ, തിരിച്ചു പോകാൻ പറ്റാത്തവരെ, നാട്ടിൽ ജോലി ചെയ്ത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തവരെ ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഒരു വരുമാനമില്ലാതെ മുട്ടിപ്പോയവരെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഏക വരുമാനം. കർത്താവേ, പുതിയ വഴികള് ഈ നിമിഷം അങ്ങയുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണം.
അവരുടെ തൊഴിലുപകരണങ്ങളെ കൈത്തൊഴിൽ ചെയ്യുന്നവരെ ആശീർവദിക്കണമേ. കന്നുകാലികളെയും കോഴി മൃഗാദികളെയൊക്കെ വളർത്തുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, പുതിയ തൊഴിലുകളെ അന്വേഷിക്കുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, ഒരു വരുമാനത്തിന് വേണ്ടി ഈശോയെ വേദനിക്കുന്നവരെ എന്ത് ജോലിയായാലും ചെയ്തുള്ള ജീവിക്കാനുള്ള മാർഗം കിട്ടിയാൽ മതി എന്ന് വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഏറ്റെടുക്കണമേ. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. കർത്താവേ, പരീക്ഷ എഴുതുന്ന മക്കളെ, എഴുതാൻ പോകുന്ന മക്കളെ, എഴുതി കഴിഞ്ഞ മക്കളെ, വലിയ ഫലമൊന്നും ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച് വേദനിക്കുന്ന മക്കളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടെ പരീക്ഷ പേപ്പറിലെ മാർക്ക് ലിസ്റ്റുകളിലെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിലെ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിലെ കരകയറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, നെക്കിനൊക്കെ കഴുത്ത് നെക്കിനൊക്കെ വേദന ഉള്ളവരും തിരിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബലം പോയവരും നേരെ നിൽക്കാത്തവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളെല്ലാം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ജീവനോടെ ഈ നിമിഷം തിരുമുറുപാർന്ന് വലതുകരത്താൽ കർത്താവ് മഹത്വപ്പെട്ട് നിൽക്കേണ്ട സമയമാണിത്. അപ്പം മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കൈവെക്കുക. ഓൺലൈനിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് ഈ പറയണത്. എവിടെയാണ് കർത്താവ് സ്പർശിക്കേണ്ടത്? അഡിനോയിഡുള്ളവർ മുക്കിൽ കൈവെക്കുക, മുക്കിൻ്റെ പാലത്ത് കൈവെക്കുക. അഡിനോയിഡുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും കാഴ്ച മങ്ങുന്നവരും കണ്ണിൽ കൈവെക്കുക. കാരണം കാതിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കാതിൽ കൈവെക്കുക. കേൾവി കുറവുള്ളവരും കാതിൽ കൈവെക്കുക. പല്ല് വേദനയും പലതരത്തിലുള്ള വായു വിഷമങ്ങളുള്ളവർ തൊണ്ടയിലും വായിലുമായിട്ട് തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങനെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ ഇപ്പോൾ മഹത്വപ്പെടും കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവെ, വൈദ്യാഘാതം പോലെ കർത്താവെ, ഈ പറഞ്ഞ രോഗികളുടെ മേലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളം ദൈവത്തിന് സത്യം മാറിയ രോഗങ്ങളെ തിരവേദികളെ യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഭക്തിയാവണങ്ങുക, സാഷ്ടാംഗം വീഴുക, ഏറ്റം മഹത്തായ കൂദാശയേ, നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികൻ സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിൻ തന്റെ ഗജാതൻ സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. ഔവേദം നിസ്തു ആശീർവദിക്കുന്ന കർത്താവേ, ഉടമ്പടിയിലെല്ലാ നിയോഗങ്ങള് ദൈവികാരുടെ യേശു ആശീർവദിക്കുകയാണ്. ദൂരങ്ങളിലായിരുന്നു കൊണ്ടും വ്യത്യസ്ത മുഖങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ യേശു ആശീർവദിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായ ഉടമ്പടി നിയോഗങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരിശുദ്ധ ശിരസ് നമിച്ച് പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ